പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ നാസർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ബൊക്ക സ്പോർട്ടിംഗ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് വരോടും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഞായറാഴ്ച മുളയ്ക്കൽ കോംപ്ലക്സ് വരോട് സെന്ററിൽ നടന്ന ക്യാമ്പ് ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ നാസർ ഉദ്ഘാടനം ചെയ്തു. ബൊക്ക ക്ലബ് പ്രതിനിധി അബ്ദുൾ സജിദ്, അഹല്യ ഫൗണ്ടേഷൻ പ്രതിനിധി തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ, വരോട് ബൊക്ക സ്പോർട്ടിംഗ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും വരോടും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും നടത്തപ്പെടുന്ന നേത്ര സൗജന്യ ക്യാമ്പാണ്. സൗജന്യമായി ഇത്തരം കാര്യങ്ങൾ നടത്തപ്പെടുന്ന ഒരു കണ്ണാശുപത്രിയാണ് അഹല്യ ഫൗണ്ടേഷൻ. പല സ്ഥലങ്ങളിലും ഇതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതുമായി പിന്നെ പറയാനുള്ളത് ഇവിടുത്തെ ബൊക്ക സ്പോർട്ടിംഗ് ക്ലബ്ബാണ്. കാരണം ഇവിടെ 3 വർഷമായി ഇവരുടെ തുടക്കം കുറിച്ചിട്ട് അതിനിടയ്ക്ക് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഒരു ക്ലബ്ബും കൂടിയാണ് നമ്മുടെ ബൊക്ക. കാരണം ഇന്നത്തെ നാട്ടിൽ ചെറിയ കുട്ടികൾ അവർക്ക് കായികപരമായ അതിനുള്ള പരിശീലനം എന്ന് പറഞ്ഞാൽ അവരെ ഫുട്ബോളുമായി ബന്ധപ്പെട്ട കോച്ചിങ് ക്യാമ്പ് നടത്തപ്പെടുന്നുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇടപെടുന്നുണ്ട്. അതുപോലെ നമ്മുടെ അംഗനവാടികൾക്കുള്ള സൗജന്യമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു ടീം ഒരു ഏതാണ്ട് 100ഓളം അംഗങ്ങളുള്ള ഒരു ക്ലബ്ബാണിത്. എന്നാൽ സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തിപരമായ ജീവിതം നയിക്കപ്പെടുന്ന കുറേയേറെ ചെറുപ്പക്കാർ കൂട്ടായ്മയാണ് ഈ ക്ലബ്ബ്. ഈ നാടിനും ഒരു മുന്നേറ്റമാണ് ഈ ക്ലബിനും. അതുപോലെ ഈ അഹല്യ ഫൗണ്ടേഷനും ഒറ്റപ്പാലം നഗരസഭ കൗൺസിലർ നിരക്ക് ക്ഷേമകാര്യ ചെയർമാൻ നിരക്ക്. ഞാൻ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പട്ടാമ്പിയിലാണ് വരുന്നത്. ആദ്യം തന്നെ ബൊക്ക സ്പോർട്ടിംഗ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് ആശംസകൾ അറിയിക്കുന്നു. ഞങ്ങളെ ഈ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പിനായി വിളിച്ചതിന് ആദ്യം തന്നെ നന്ദി അറിയിക്കുന്നു. നമ്മളിപ്പോൾ ഇവിടെ സൗജന്യ പരിശോധന ക്യാമ്പ് നടത്തുന്നത് ഇവിടെ പരിശോധിച്ച രോഗികളെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് അവർക്ക് കാറ്ററാക്ട് സർജറി എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുന്നുണ്ട്. റെഫർ ചെയ്തത് നമുക്ക് അവിടെ ഡോക്ടർ കൺസൾട്ടേഷൻ ഫീയെല്ലാം ഫ്രീ ആയിട്ടാണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർക്ക് സർജറി പറയുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ സൗജന്യമായിട്ട് പരിശോധന നടത്തുന്നതാണ്.